ഹായ് ഓൾ, ഇന്ന് നമ്മൾ വേൾഡ് ഓഫ് ചേഞ്ചസ് എന്ന ചാപ്റ്ററിലെ 6ാം ക്ലാസ്സിലെ വേൾഡ് ഓഫ് ചേഞ്ചസ് എന്ന ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് എന്താണ് ക്വസ്റ്റ്യൻ? ക്ലാസിഫൈ ദി ഫോളോയിങ് ആസ് ഫിസിക്കൽ ചേഞ്ച് ഓർ കെമിക്കൽ ചേഞ്ച്. താഴെ തന്നിരിക്കുന്നത് ഫിസിക്കൽ ചേഞ്ച് ആണോ കെമിക്കൽ ചേഞ്ച് ആണോ എന്ന് പറയാനാണ് പറയുന്നത്. എന്തൊക്കെയാണ് താഴെ തന്നിരിക്കുന്നത് നോക്കാം. ജാഗിരി ക്രംബിൾസ്, ബീൻ സീഡ് ജെർമിനേറ്റ്സ്, ക്ലൗഡ് ഫോംസ്, മാംഗോ റൈപ്പൻസ്, പേപ്പർ ബേൺസ്, വാട്ടർ ഫ്രീസ് ഇൻ ടു ഐസ്. ഇത്രയാണ് നമുക്ക് തന്നിരിക്കുന്നത്. ഇത് ഫിസിക്കൽ ചേഞ്ച് ആണോ കെമിക്കൽ ചേഞ്ച് ആണോ എന്ന് എഴുതാനാണ് പറയുന്നത്. അപ്പം നമുക്ക് എങ്ങനെ എഴുതാം? ജാഗിരി ക്രംബിൾസ് എന്ന് പറയുമ്പം ജാഗിരി പൊടിച്ചു കഴിഞ്ഞാൽ അതെന്ത് ചേഞ്ചാണ്? ഫിസിക്കൽ ചേഞ്ചാണ്. അടുത്തത് ബീൻ സീഡ് ജെർമിനേറ്റ്സ്. ഒരു ബീൻ സീഡ് ജെർമിനേറ്റ് ചെയ്യാന്നുണ്ടെങ്കിൽ അതെന്ത് ചേഞ്ചാണ്? അവിടെ ഒരു പുതിയ സബ്സ്റ്റൻസ് ഫോം ചെയ്യുന്നതുകൊണ്ട് തന്നെ എന്ത് ചേഞ്ചാണ്? അത് കെമിക്കൽ ചേഞ്ചാണ്. ഇനി അടുത്തതാണ് ഇത് ക്ലൗഡ് ഫോംസ്. ക്ലൗഡ് ഫോംസ് എന്ന് പറഞ്ഞാൽ എന്താ? അത് ഫിസിക്കൽ ചേഞ്ചാണ്. കാരണം അവിടെ പുതിയ സബ്സ്റ്റൻസ് ഒന്നും ഫോം ചെയ്യുന്നില്ല. അടുത്തത് മാംഗോ റൈപ്പൻസ്. മാംഗോ റൈപ്പൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു കെമിക്കൽ ചേഞ്ചാണ്. കെമിക്കൽ ചേഞ്ചാണ് മാംഗോ റൈപ്പൻസ്. കാരണം അവിടെ എന്താണ്? അവിടെ കെമിക്കൽ റിയാക്ഷൻ നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ അത് പെർമനൻറ്റ് ചേഞ്ചുമാണ്. ആ റൈപ്പൻ ചെയ്ത മാംഗോ പിന്നെ നമുക്ക് അൺറൈപ്പ് ആക്കാൻ പറ്റുമോ? ഇല്ല. അതുകൊണ്ട് അത് കെമിക്കൽ ചേഞ്ചാണ്. പിന്നെ പേപ്പർ ബേൺസ് എന്ന് പറഞ്ഞാൽ ഒരു കെമിക്കൽ ചേഞ്ചാണ്. കാരണം അവിടെ ഒരു പുതിയ സബ്സ്റ്റൻസ് ഫോം ചെയ്യുന്നുണ്ട്. അടുത്തത് വാട്ടർ ഫ്രീസ് ഇൻ ടു ഐസ് എന്ന് പറയുമ്പോൾ അതും ഒരു ഫിസിക്കൽ ചേഞ്ചാണ്. കാരണം വാട്ടർ ഫ്രീസ് ഇൻ ടു ഐസ് എന്ന് പറയുമ്പം അതൊരു ഫിസിക്കൽ ചേഞ്ചാണ്. കാരണം അവിടെ പുതിയ സബ്സ്റ്റൻസ് ഒന്നും ഫോം ചെയ്യുന്നില്ല. പിന്നെ ആ ചേഞ്ച് എന്ന് പറഞ്ഞാൽ ടെമ്പററി ചേഞ്ചാണ്, താൽക്കാലികമായിട്ടുള്ള ചേഞ്ചാണ്. ആ ഐസ് ക്യൂബ് മെൽറ്റ് ചെയ്ത് കഴിഞ്ഞാൽ തിരിച്ച് വാട്ടർ തന്നെ ആവും. അതുകൊണ്ടൊരു ഫിസിക്കൽ ചേഞ്ചാണ്. അടുത്ത ക്വസ്റ്റ്യൻ ആണ്, ഐഡൻറ്റിഫൈ വൺ എക്സാമ്പിൾ ഈച്ച് ഫ്രം യുവർ സറൗണ്ടിങ് ഫോർ ഫിസിക്കൽ ചേഞ്ച് ആൻഡ് കെമിക്കൽ ചേഞ്ച്. ഫിസിക്കൽ ചേഞ്ചിനൊരു എക്സാമ്പിളും അതുപോലെ തന്നെ കെമിക്കൽ ചേഞ്ചിനൊരു എക്സാമ്പിളും നിങ്ങളെ ചുറ്റും എഴുതാനാണ് പറയുന്നത്. അപ്പോൾ ഫിസിക്കൽ ചേഞ്ചിനുള്ള എക്സാമ്പിളാണ് ഏതൊക്കെ? കട്ടിങ് പേപ്പർ. അവിടെ എന്താ? പുതിയ സബ്സ്റ്റൻസ് ഫോം ചെയ്യുന്നില്ല. ഫിസിക്കൽ ചേഞ്ച് എന്ന് പറയുമ്പോൾ എന്താണ്? സൈസോ ഷേപ്പോ മാറുന്നതിനെയാണ് നമ്മൾ ഫിസിക്കൽ ചേഞ്ച് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഫിസിക്കൽ ചേഞ്ച് ആണ് നടക്കുന്നത്. അവിടെ ഷേപ്പ് മാറുകയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ സൈസും മാറുകയാണ് ചെയ്യുന്നത്. അടുത്തത് എന്താണ്? ബ്രേക്കിംഗ് ഗ്ലാസ് ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് സൈസും ഷേപ്പാണ് മാറുന്നത്. അവിടെ എന്ത് നടക്കുന്നില്ല? കെമിക്കൽ റിയാക്ഷൻ ഒന്നും നടന്നിട്ട് പുതിയ സബ്സ്റ്റൻസ് ഫോം ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ അതും ഫിസിക്കൽ ചേഞ്ച് ആണ്. അടുത്തത് മെൽറ്റിംഗ് ചോക്ലേറ്റ്, ഫ്രീസിങ് വാട്ടർ, ടിയറിങ് ക്ലോത്ത്. അതായത് ക്ലോത്ത് വസ്ത്രങ്ങളൊക്കെ കീറുന്നതിനാണ് ടിയറിങ് ക്ലോത്ത് എന്ന് പറയുന്നത്. അടുത്തത് ഗ്രൈൻഡിങ് റൈസ്, അരി പൊടിക്കുക. ഇതൊക്കെ എന്ത് ചേഞ്ചാണ്? ഫിസിക്കൽ ചേഞ്ചാണ്. അടുത്തത് കെമിക്കൽ ചേഞ്ചിന് എക്സാമ്പിളാണ് ഏതൊക്കെ? റസ്റ്റിംഗ് ഓഫ് അയേൺ എന്ത് ചെയ്യുക? തുരുമ്പ് പിടിക്കുക. അതുപോലെ തന്നെ ബേണിംഗ് ഓഫ് വുഡ്, അതുപോലെ തന്നെ കുക്കിംഗ് ഫുഡ്. നെക്സ്റ്റ് ആണ് ഡൈജഷൻ ഓഫ് ഫുഡ്. നെക്സ്റ്റ് ആണ് റോട്ടിംഗ് ഓഫ് ഫ്രൂട്ട്സ്. ഇതിലൊക്കെ എന്താണ്? ഒരു പുതിയ സബ്സ്റ്റൻസ് ഫോം ചെയ്യുന്നുണ്ട്. ആ ചേഞ്ച് എന്ന് പറഞ്ഞാൽ പെർമനൻറ്റ് ചേഞ്ചാണ്. അതിൽ എന്ത് നടക്കുന്നുണ്ട്? കെമിക്കൽ റിയാക്ഷൻ നടക്കുന്നുണ്ട്. അതുകൊണ്ട് ഇതൊക്കെ എന്താണ്? കെമിക്കൽ ചേഞ്ചാണ്. അടുത്തത് 2 ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഫിസിക്കൽ ചേഞ്ചസ്. ഫിസിക്കൽ ചേഞ്ചസിൻ്റെ 2 ക്യാരക്ടറിസ്റ്റിക്സ് എഴുതാനാണ് പറയുന്നത്. റൈറ്റ് 2 ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഫിസിക്കൽ ചേഞ്ചസ്. അപ്പോൾ നമുക്കറിയാം എന്താണ് ഫിസിക്കൽ ചേഞ്ച് എന്ന് പറഞ്ഞാൽ, ദി സബ്സ്റ്റൻസ് ഡസ് നോട്ട് ചേഞ്ച് ഇൻ ടു ന്യൂ സബ്സ്റ്റൻസ്. ഒരു സബ്സ്റ്റൻസ് എന്താവുന്നില്ല? പുതിയ സബ്സ്റ്റൻസ് ആയിട്ട് മാറുന്നില്ല. അതൊരു ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. പിന്നെ ഫിസിക്കൽ ചേഞ്ചസ് ചേഞ്ച് ഇൻ സൈസ്, ഷേപ്പ് അല്ലെങ്കിൽ സ്റ്റേറ്റ്. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഫിസിക്കൽ ചേഞ്ച് എന്ന് പറയുന്നത്. പിന്നെന്താണ്? ദി ചേഞ്ച് ആർ യൂഷ്വലി റിവേഴ്സിബിൾ. ആ ചേഞ്ച് എന്ന് പറഞ്ഞാൽ ടെമ്പററി ചേഞ്ചാണ്. ടെമ്പററി ചേഞ്ച് ആയതുകൊണ്ട് തന്നെ അത് എങ്ങനത്തെ ചേഞ്ചാണ്? റിവേഴ്സിബിൾ ആണ്. അതിനെന്ത് ചെയ്യാൻ പറ്റും? അതിൻ്റെ പഴയ രൂപത്തിലേക്ക് മാറാൻ പറ്റും. ഇനി അടുത്ത ആക്ടിവിറ്റി എന്താ? അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? ചേഞ്ചസ് ഇൻ സ്റ്റേറ്റ് ഓഫ് മാറ്റർ എന്ന് പറഞ്ഞിട്ടുള്ള ടോപ്പിക് എന്ന് ചോദിക്കാൻ സാധ്യതയുള്ള ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണെന്ത്? കംപ്ലീറ്റ് ദി ടേബിൾ ഷോൺ ചേഞ്ചസ് ഓഫ് വാട്ടർ. ഇവിടെ ചേഞ്ചസ് ഓഫ് വാട്ടറിൻ്റെ ഒരു ടേബിൾ തന്നിട്ടുണ്ട്. ഈ ടേബിൾ കംപ്ലീറ്റ് ചെയ്യാനാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെ ഇത് കംപ്ലീറ്റ് ചെയ്യാം? അതിൻ്റെ ആൻസറാണ് ഈ തന്നിരിക്കുന്നത്. എങ്ങനെയാണ് കംപ്ലീറ്റ് ചെയ്യാം? മെൽറ്റിംഗ് നടക്കുന്ന സമയത്ത് ഫസ്റ്റ് എന്താ തരുന്നത്? ചേഞ്ച് ഇൻ സ്റ്റേറ്റ് ആണ് തന്നത്. അടുത്തത് അതിൻ്റെ ടെമ്പറേച്ചറിൻ്റെ ഡയറക്ഷൻ എങ്ങനെയാണെന്നാണ് പറയുന്നത്. അടുത്തത് അതിൻ്റെ എക്സാമ്പിളാണ് പറയുന്നത്. സ്റ്റേറ്റിൻ്റെ ചേഞ്ചസ് എങ്ങനെയാണ്? മെൽറ്റിംഗ് നടക്കുന്ന സമയത്ത് എന്താണ്? ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യാണ് അല്ലേ? അപ്പോൾ നമ്മുടെ ഫ്രിഡ്ജിലുള്ള ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ കുറവാണ്.
കുറവ് ടെമ്പറേച്ചർ അല്ലേ, അത് റൂമിലേക്ക് എടുത്ത് വെക്കുന്ന സമയത്ത് റൂം ടെമ്പറേച്ചർ ആവും. അപ്പോൾ ടെമ്പറേച്ചർ എന്താവും, കൂടും. അപ്പോൾ ഫ്രിഡ്ജിൽ ടെമ്പറേച്ചർ കുറഞ്ഞതുകൊണ്ടാണ് എന്താവുന്നത്, ഫ്രീസ് ആവുന്നത്. അത് നമ്മൾ മെൽറ്റ് ചെയ്യുന്ന സമയത്ത് എന്താ നമ്മൾ ചെയ്യാം, അത് ചൂടാക്കണം. അപ്പോൾ എന്ത് ചെയ്യും, ടെമ്പറേച്ചർ കൂടും. അപ്പോൾ മെൽറ്റിങ്ങിൻ്റെ സമയത്ത് ഇവിടെ സ്റ്റേറ്റ് ഓഫ് ചേഞ്ച് എന്താണ്, മെൽറ്റിംഗ് ആണ്. മെൽറ്റിങ്ങിൻ്റെ സമയത്ത് എന്ത് കൂടും, ടെമ്പറേച്ചർ കൂടും. ഫ്രീസിങ്ങിൻ്റെ സമയത്ത് ടെമ്പറേച്ചർ കുറയും. അപ്പോൾ ഫ്രിഡ്ജിൽ എന്താണ്, ടെമ്പറേച്ചർ വളരെ കുറവാണ്, അതുകൊണ്ടാണ് അവിടെ ഫ്രീസ് ആകുന്നത്. അത് നമ്മൾ എടുത്തിട്ട് പുറത്തേക്ക് വെച്ച് കഴിഞ്ഞാൽ ടെമ്പറേച്ചർ എന്താണ്, കൂടും. അപ്പം ടെമ്പറേച്ചർ ഇൻക്രീസസ്. എക്സാമ്പിളാണ് ഐസ് മെൽറ്റ് ടു വാട്ടർ. ഇനി അടുത്തത് ഇവാപ്പറേഷനിൽ എന്താ നടക്കുന്നത്, ടെമ്പറേച്ചർ എന്താണ്, കൂടാണ് ചെയ്യുന്നത്. നമ്മൾ എന്ത് ചെയ്യുക, ഒരു പാത്രം എടുത്തിട്ട് അടുപ്പത്ത് വെച്ചിട്ട് അത് ചൂടാക്കുന്ന സമയത്താണ് ഇവാപ്പറേഷൻ, നീരാവിയായിട്ട് പോകുന്നത്. അപ്പോൾ അവിടെ എന്താ, ടെമ്പറേച്ചറിന് എന്താ സംഭവിക്കുന്നത്, ടെമ്പറേച്ചർ കൂടാണ് ചെയ്യുന്നത്. എക്സാമ്പിളാണ് എന്ത്, വാട്ടർ ബോയിൽസ് ടു സ്റ്റീം. വെള്ളം എന്ത് ചെയ്യുക, തിളച്ചിട്ട് അത് നീരാവിയായിട്ട് മാറുക. അടുത്തതാണ് എന്ത്, കണ്ടൻസേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ടെമ്പറേച്ചർ കുറയുന്നതിനാണ് നമ്മൾ കണ്ടൻസേഷൻ എന്ന് പറയുന്നത്. അതിലെന്താ പറയുന്നത്, നമ്മൾ പാത്രം ഇങ്ങനെ തിളപ്പിച്ച പാത്രം മൂടി വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം ആ പാത്രത്തിൻ്റെ മൂടീൻ്റെ മേലെ എന്തുണ്ടാവും, വെള്ളത്തിൻ്റെ ഡ്രോപ്സ് ഉണ്ടാവും. ആ ഡ്രോപ്സ് ഈ വെള്ളത്തിലേക്ക് തന്നെ വീയൂലേ, അതാണ് നമ്മൾ കണ്ടൻസേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ എന്താ, സ്റ്റീം കണ്ടൻസ് ചെയ്തിട്ട് വാട്ടറായിട്ട് മാറും. അതാണ് കണ്ടൻസേഷൻ. അടുത്തതാണ് സബ്ലിമേഷനിൽ എന്താണ് നടക്കുന്നത്, ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യാണ് ചെയ്യുന്നത്. ഐസ് എന്ത് ചെയ്യും, വാട്ടർ വേപ്പറായിട്ട് മാറുന്നതിനാണ് നമ്മൾ സബ്ലിമേഷൻ എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്, വെൻ വാക്സ് ഈസ് ഹീറ്റഡ് ആൻഡ് ദെൻ കൂൾഡ് ഡസ് ഇറ്റ് ഫോം എ ന്യൂ സബ്സ്റ്റൻസ്, ഗിവ് റീസൺ. നമ്മൾ വാക്സ് ഹീറ്റ് ചെയ്ത് കൂൾ ചെയ്യുന്ന സമയത്ത് നമുക്കൊരു പുതിയ സബ്സ്റ്റൻസ് കിട്ടുമോ എന്നുള്ളതാണ് ചോദിക്കുന്നത്. നോ, നമുക്കൊരു പുതിയ സബ്സ്റ്റൻസ് കിട്ടുന്നില്ല അല്ലേ. No, it does not form a new substance. Wax remains chemically the same. Heating changes its physical state from solid to liquid. But when cooled, it solidifies back into wax. This is reversible physical change, not a chemical change. The molecule composition remain unchanged. ഇപ്പോൾ ഇവിടെ എന്താ പറയുന്നത്, വാക്സ് ഹീറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്തെന്നാണ് കിട്ടുന്നത്, വാക്സ് എന്നാണ് കിട്ടുന്നത് അല്ലേ. നമ്മളിപ്പോൾ വാക്സ് ഹീറ്റ് ചെയ്താൽ വാക്സ് എന്ത് ചെയ്യും, മെൽറ്റ് ചെയ്തിട്ട് അത് വാക്സ് എന്നാണ് കിട്ടുന്നത്, അല്ലാതെ വേറൊരു പുതിയ സബ്സ്റ്റൻസ് അവിടെ ഫോം ചെയ്യുന്നില്ല. മനസ്സിലായോ. അപ്പോൾ വാക്സ് ഹീറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ലിക്വിഡ് വാക്സ് ആണ് കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ ഫിസിക്കൽ സ്റ്റേറ്റ് മാത്രമേ മാറുന്നുള്ളൂ, അവിടെ കെമിക്കൽ ചേഞ്ചസ് ഒന്നും ഇല്ല. അതായത് സോളിഡ് ആയിട്ടുള്ള വാക്സ് മെൽറ്റ് ചെയ്തിട്ട് ലിക്വിഡ് ഫോമിലേക്ക് മാറുന്നേ ഉള്ളൂ, അല്ലാതെ അവിടെ അവിടെ കെമിക്കൽ ചേഞ്ചസ് ഒന്നും വരുന്നില്ല. പിന്നെ അത് നമ്മൾ ഈ വാക്സ് എടുത്തിട്ട് നമ്മൾ കൂൾ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് എന്നായിട്ട് മാറും, സോളിഡ് തന്നെ ആയിട്ട് മാറും, സോളിഡ് വാക്സ് ആയിട്ട് മാറും. അതുകൊണ്ട് ഇതെന്ത് ചേഞ്ചാണ്, ഇതൊരു ഫിസിക്കൽ ചേഞ്ചാണ്, കെമിക്കൽ ചേഞ്ച് അല്ല. പിന്നെയെന്ന് പറഞ്ഞാൽ ഇത് റിവേഴ്സിബിൾ പ്രോസസ്സാണ്, അത് നമുക്ക് മനസ്സിലായി. കാരണം വാക്സ് ഹീറ്റ് ചെയ്ത സമയത്ത് അത് എന്ത് ചെയ്തു, മെൽറ്റ് ചെയ്തു. വാക്സ് തണുപ്പിച്ച സമയത്ത് അത് എന്ത് ചെയ്തു, പിന്നെ വാക്സ് ആയിട്ട് മാറി, അതായത് സോളിഡ് വാക്സ് ആയിട്ട് മാറി. ഇനി അതിൻ്റെ മോളിക്കുലർ കോമ്പോസിഷൻ മാറുന്നുണ്ടോ ഈ കൺവേർഷൻ്റെ സമയത്ത്, ഇല്ല. അതുകൊണ്ട് അതൊരു ഫിസിക്കൽ ചേഞ്ച് ആണ്. അടുത്തത്, വെൻ ഗീ ആൻഡ് കോക്കനട്ട് ഓയിൽ സൊളിഡിഫൈ ഇൻ വിൻ്റർ ആർ ദീസ് ടെമ്പററി ഓർ പെർമനൻറ്റ് ചേഞ്ചസ്. ഇനി ഗീയും കോക്കനട്ട് ഓയിലും സൊളിഡിഫൈ ചെയ്യാണ്. നമ്മൾ വിൻ്ററിൽ ഗീയും അതുപോലെ തന്നെ കോക്കനട്ട് ഓയിലൊക്കെ സൊളിഡിഫൈ ചെയ്യും അല്ലേ. ഇതൊരു ടെമ്പററി ചേഞ്ച് ആണോ അല്ലെങ്കിൽ പെർമനൻറ്റ് ചേഞ്ച് ആണോ എന്നാണ് ചോദിക്കുന്നത്. ഇത് എങ്ങനത്തെ ചേഞ്ചാണ്, ടെമ്പററി ചേഞ്ച് ആണ് അല്ലേ. ഇതൊരു താൽക്കാലികമായിട്ടുള്ള ചേഞ്ച് അല്ലേ. അത് സൊളിഡിഫൈ ആയി കഴിഞ്ഞാൽ അത് നമ്മളൊന്ന് ചൂടാക്കി കഴിഞ്ഞാൽ അതെന്ത് ചെയ്യും, തിരിച്ചത് മെൽറ്റ് ചെയ്യുക ചെയ്യും അല്ലേ. അപ്പോൾ അതൊരു ടെമ്പററി ചേഞ്ചാണ്. അത് തണുപ്പ് കാലത്ത് എന്ത് ചെയ്യും, തണുപ്പ് കൂടുന്നതിനനുസരിച്ചിട്ട് അത് സൊളിഡിഫൈ ആവും. അത് തണുപ്പ് പോക്കി ചൂടാക്കി കഴിഞ്ഞാൽ എന്താവും, അത് മെൽറ്റ് ചെയ്തിട്ട് അത് ലിക്വിഡ് ഫോമിലേക്ക് തന്നെ മാറും. അടുത്തത്, ഡു ന്യൂ സബ്സ്റ്റൻസ് ഫോം. ഇവിടെ പുതിയ സബ്സ്റ്റൻസ് ഫോം ചെയ്യുന്നുണ്ടോ, ഇല്ല. നോ ന്യൂ സബ്സ്റ്റൻസ് ഡു നോട്ട് ഫോം. അടുത്ത ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ പഠിച്ചതാണ് അല്ലേ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ആണ് ബേണിംഗ് ആൻഡ് കെമിക്കൽ ചേഞ്ചസ്. അതായത് ബേൺ ചെയ്യുന്ന സമയത്ത് നടക്കുന്ന കെമിക്കൽ ചേഞ്ചസിനെ കുറിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് ഇവിടെ തന്നിരിക്കുന്നത്. കംപ്ലീറ്റ് ദി ഫ്ലോ ചാർട്ട് ഷോൺ ദി ഹീറ്റിംഗ് ഓഫ് ഷുഗർ. അതായത് ഒരു ഷുഗർ ഹീറ്റ് ചെയ്യുന്ന സമയത്ത് എന്താണ് നടക്കുന്നത് എന്നാണ്. അപ്പോൾ നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ വായിക്കുക. ഷുഗർ വൈറ്റ് പൗഡറാണ്, അത് മൈൽഡ് ഹീറ്റ് ചെയ്യുമ്പം എന്താണ് കിട്ടുന്നത്, ഒരു സ്വീറ്റ് ടേസ്റ്റുള്ള സാധനം കിട്ടുന്നുണ്ട് അല്ലേ. ഇനി അടുത്തത് ഫർദർ ഹീറ്റ് ചെയ്യുമ്പോൾ ബിറ്റർ ടേസ്റ്റുള്ള സാധനം കിട്ടുന്നുണ്ട്. പ്രൊലോങ് ഹീറ്റ് ചെയ്യുമ്പോൾ ബ്ലാക്ക് സബ്സ്റ്റൻസ് ആയിട്ടുള്ള ചാർക്കോൾ കിട്ടുന്നുണ്ട്. അപ്പോൾ എങ്ങനെയാണ് നമ്മളത് ഫില്ല് ചെയ്യേണ്ടത് എന്നാണ് താഴെ പറയുന്നത്.
നമ്മൾ മൈൽഡ് ഹീറ്റ് ചെയ്യുന്ന സമയത്ത് 160 ഡിഗ്രിയിലാണ് ഹീറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് എന്താ കിട്ടുക? കരാമലാണ് കിട്ടുക. അത് ബ്രൗൺ കളറാണ്, സ്വീറ്റാണ്. ഇനി പിന്നെയും ഫർദർ അത് ഹീറ്റ് ചെയ്യുന്ന സമയത്ത് 170 ഡിഗ്രിയിൽ ഹീറ്റ് ചെയ്യുമ്പം ഒരു ബ്രൗൺ ഷുഗർ കിട്ടും. അതിൻ്റെ കളർ എന്താണ്? ഡാർക്ക് ബ്രൗൺ ആൻഡ് ബിറ്റർ ആണ്. ഇനി അത് പ്രൊലോങ് ഹീറ്റ് ചെയ്യുന്ന സമയത്ത്, അതായത് 180 to 200 ഡിഗ്രി സെൽഷ്യസിൽ ഹീറ്റ് ചെയ്യുന്ന സമയത്ത് ഒരു ബ്ലാക്ക് സബ്സ്റ്റൻസ് കിട്ടും. അതിൻ്റെ പേരാണെന്ത്? ചാർക്കോൾ. ഫസ്റ്റ് കരാമൽ കിട്ടുന്നുണ്ട്, പിന്നെ ബേൺഡ് ഷുഗർ കിട്ടുന്നുണ്ട്, പിന്നെന്താ കിട്ടുന്നത്? ചാർക്കോളാണ് കിട്ടുന്നത്. ഇനി അടുത്തത് ക്വസ്റ്റ്യൻ എന്താണ്? റൈറ്റ് വെദർ ദി ഫോളോയിങ് ആർ റിവേഴ്സിബിൾ ഓർ ഇറിവേഴ്സിബിൾ ചേഞ്ച്. താഴെ തന്നിരിക്കുന്നത് റിവേഴ്സിബിൾ ചേഞ്ച് ആണോ ഇറിവേഴ്സിബിൾ ചേഞ്ച് ആണോ എന്നാണ് ചോദിക്കുന്നത്. റിവേഴ്സിബിൾ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മളൊരു ഫോമിൽ നിന്ന് മറ്റൊരു ഫോമിലേക്ക് മാറ്റി കഴിഞ്ഞു. ആ മാറ്റി കഴിഞ്ഞ ഫോമിൽ നിന്ന് നമുക്ക് തിരിച്ച് അതിൻ്റെ ഒറിജിനൽ ഫോമിലേക്ക് മാറ്റാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് റിവേഴ്സിബിൾ ആണ്. മാറ്റാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ ഇറിവേഴ്സിബിൾ ആണ്. ഇപ്പോൾ ബേണിംഗ് ഓഫ് പേപ്പർ എന്ന് പറഞ്ഞാൽ എന്താ? അതൊരു ഇറിവേഴ്സിബിൾ ചേഞ്ച് ആണ്. അതിൻ്റെ ആൻസറാണ് ഇവിടെ തന്നിരിക്കുന്നത്. ബേണിംഗ് ഓഫ് പേപ്പർ എന്ന് പറഞ്ഞാൽ ഇറിവേഴ്സിബിൾ ആണ്. മെൽറ്റിംഗ് ഓഫ് വാക്സ് എന്ന് പറഞ്ഞാൽ എന്താ? റിവേഴ്സിബിൾ ആണ്. അത് തിരിച്ച് നമുക്ക് എന്താക്കാം? സോളിഡ് വാക്സ് ആക്കിയിട്ട് തന്നെ മാറ്റാം. ഇനി അടുത്തത് ബേണിംഗ് ഓഫ് മെഗ്നീഷ്യം റിബൺ. അതെന്താണ്? ഒരു ഇറിവേഴ്സിബിൾ ആണ്. അതിനെ നമുക്ക് തിരിച്ച് അതിൻ്റെ ഒറിജിനൽ ഫോമിലേക്ക് ആക്കാൻ പറ്റില്ല. അടുത്തത് ബ്രേക്കിംഗ് ഓഫ് ചോക്ക്. ഒരു ചോക്ക് ബ്രേക്ക് ചെയ്യുക എന്നുള്ളത് എന്താണ്? റിവേഴ്സിബിൾ ആണ്. ഇനി അടുത്തത് ഗിവ് ടു ഡിഫറൻസ് ബിറ്റ്വീൻ ഫിസിക്കൽ ആൻഡ് കെമിക്കൽ ചേഞ്ചസ്. ഫിസിക്കൽ ചേഞ്ചസിൻ്റെയും കെമിക്കൽ ചേഞ്ചസിൻ്റെയും രണ്ട് ഡിഫറൻസ് പറയാനാണ് പറയുന്നത്. അപ്പോൾ എന്തൊക്കെ നമുക്ക് പറയാം? ഫിസിക്കൽ ചേഞ്ചിനും കെമിക്കൽ ചേഞ്ചിനും എന്തൊക്കെ ഡിഫറൻസ് പറയാം? ഫിസിക്കൽ ചേഞ്ചിൽ എന്ത് പറയാം? നോ ന്യൂ സബ്സ്റ്റൻസ് ഫോം. അവിടെ പുതിയ സബ്സ്റ്റൻസ് ഫോം ചെയ്യുന്നില്ല. കെമിക്കൽ ചേഞ്ചിലാണെങ്കിൽ ന്യൂ സബ്സ്റ്റൻസ് ഫോം ചെയ്യുന്നുണ്ട്. ഫിസിക്കൽ ചേഞ്ച് എന്ന് പറഞ്ഞാൽ റിവേഴ്സിബിൾ ആണ്. കെമിക്കൽ ചേഞ്ച് എന്ന് പറഞ്ഞാൽ ഇറിവേഴ്സിബിൾ ആണ്. ഫിസിക്കൽ ചേഞ്ചിന് എക്സാമ്പിളാണ് മെൽറ്റിങ്, ഫ്രീസിങ്, കട്ടിങ് ഒക്കെ. കെമിക്കൽ ചേഞ്ചിന് എക്സാമ്പിളാണ് ബേണിങ്, റസ്റ്റിങ്, ഡൈജഷൻ. ഇതൊക്കെ മനസ്സിലായില്ലേ? അപ്പോൾ ഇതൊക്കെ നമ്മൾ പഠിച്ചതാണ്. ഇതൊക്കെ നിങ്ങൾക്ക് അറിയുന്നത് തന്നെയാണ് കേട്ടോ. ഇനി അടുത്തത് റീസൈക്ലിംഗ് ആൻഡ് റീയൂസിങ് ഓഫ് മെറ്റീരിയൽ എന്നുള്ള ടോപ്പിക് എന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ് അടുത്തത് പറയാൻ പോകുന്നത്. അപ്പോൾ നമ്മളോട് പറയുകയാണ് ഒബ്സർവ് ദി ഹാൻഡ് ക്രാഫ്റ്റ് മെയ്ഡ് ഫ്രം വാക്സ്, പേപ്പർ ആൻഡ് ക്ലേ. വാക്സിന്നും പേപ്പറിനും ക്ലേ എന്നൊക്കെ ഉണ്ടാക്കിയ ഹാൻഡ് ക്രാഫ്റ്റ് നോക്കാനാണ് പറയുന്നത്. വാട്ട് ചേഞ്ച് ഒക്കർ ടു ഈച്ച് മെറ്റീരിയൽ. ഓരോ മെറ്റീരിയലിലും എന്തൊക്കെ ചേഞ്ചാണ് വന്നത് എന്നാണ് പറയാൻ പറയുന്നത്. ഫസ്റ്റ് തന്നത് ഏതാ? കളർ ക്ലേ തന്നിട്ടുണ്ട്, പിന്നെ കളർ പേപ്പർ തന്നിട്ടുണ്ട്, അതുപോലെ തന്നെ ചാർട്ട് പേപ്പറും തന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ആൻസർ എങ്ങനെ നമുക്ക് എഴുതാം? വാട്ട് ചേഞ്ചസ് ഒക്കർ ടു ഈച്ച് മെറ്റീരിയൽ. കളർ ക്ലേ ആണെന്നുണ്ടെങ്കിൽ എന്ത് ചേഞ്ചാ? കളർ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവിടെ എന്ത് ചേഞ്ചാണ്? ഫിസിക്കൽ ചേഞ്ച് ആണ്. അത് നമുക്ക് എന്ത് ചെയ്യാം? റീഷേപ്പ് ചെയ്യാം, അതുപോലെ തന്നെ നമുക്ക് റീയൂസ് ചെയ്യാം. അടുത്തത് എന്താണ്? കളേർഡ് പേപ്പർ ആണെന്നുണ്ടെങ്കിൽ എന്താ? അവിടെ കളർ ഫെയ്ഡ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അവിടെ ആ പേപ്പറിൻ്റെ ഏജിങ് കൂടുന്നതിനനുസരിച്ചിട്ട് എന്താവും? അതിൻ്റെ ഫിസിക്കൽ ചേഞ്ചും കെമിക്കൽ ചേഞ്ചും വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ കളേർഡ് പേപ്പർ ആണെന്നുണ്ടെങ്കിൽ എന്ത് ചേഞ്ചാണ്? ഫിസിക്കൽ ചേഞ്ചും ഉണ്ടാവും, അതുപോലെ തന്നെ കെമിക്കൽ ചേഞ്ചും ഉണ്ടാവും. ഇനി അടുത്തതാണ് ചാർട്ട് പേപ്പർ ആണെങ്കിലും അതിനെങ്ങനത്തെ ചേഞ്ച് ഉണ്ട്? ഫിസിക്കൽ ചേഞ്ചും ഉണ്ട്, കെമിക്കൽ ചേഞ്ചും ഉണ്ട്. പക്ഷേ ഇതൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? റീസൈക്കിൾ അല്ലെങ്കിൽ റീയൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇനി അടുത്തത് എന്താണ്? കംപ്ലീറ്റ് ദി ടേബിൾ ഫോർ ഫിസിക്കൽ ചേഞ്ചസ് ഇൻ ഡെയിലി ലൈഫ്. നമ്മുടെ ഫിസിക്കൽ ചേഞ്ചസ്, ഡെയിലി ലൈഫിൽ നടക്കുന്ന ഫിസിക്കൽ ചേഞ്ചസ് വെച്ചിട്ട് ഈ ഒരു ടേബിൾ കംപ്ലീറ്റ് ചെയ്യാനാണ് പറയുന്നത്. അതിൽ എന്തൊക്കെയാണ് തന്നത്? സിറ്റുവേഷൻ എന്തൊക്കെയാണ്? ഗ്രൈൻഡിങ് റൈസ്, കട്ടിംഗ് വുഡ്, മെൽറ്റിംഗ് ബട്ടർ, കട്ടിംഗ് ക്ലോത്ത്, ഇതൊക്കെയാണ് തന്നത്. ഇതിലുള്ള ഫിസിക്കൽ ചേഞ്ചസ് എന്താണെന്നാണ് എഴുതാൻ പറയുന്നത്. നെക്സ്റ്റ് കോളത്തിൽ ഡസ് സബ്സ്റ്റൻസ് ചേഞ്ച്. ഇവിടെ സബ്സ്റ്റൻസിൽ എന്തെങ്കിലും ചേഞ്ച് വരുന്നുണ്ടോ എന്നുള്ളതാണ് എഴുതാൻ പറയുന്നത്. അപ്പോൾ അതിൻ്റെ ആൻസർ നമുക്ക് എങ്ങനെ എഴുതാം? ഗ്രൈൻഡിങ് റൈസ് ഗ്രൈൻഡ് ചെയ്യുന്ന സമയത്ത് വരുന്ന ഫിസിക്കൽ ചേഞ്ച് എന്താണ്? സൈസ് ഡിക്രീസ് ചെയ്യും, അതുപോലെ തന്നെ അതെന്താവും? പൗഡറായിട്ട് മാറും. ഇവിടെ എന്തെങ്കിലും പുതിയ സബ്സ്റ്റൻസ് ഫോം ചെയ്യുന്നുണ്ടോ? നോ, ഇല്ല. ഇനി അടുത്തത് കട്ടിംഗ് വുഡ് കട്ട് ചെയ്യാണ്. അപ്പോൾ സൈസും ഷേപ്പും ചേഞ്ച് ചെയ്യുന്നുണ്ട്, എന്നിട്ട് അതെന്തായിട്ട് മാറുന്നുണ്ട്? വുഡിൻ്റെ കഷ്ണങ്ങളായിട്ട് മാറുന്നുണ്ട്. അവിടെ പുതിയ സബ്സ്റ്റൻസ് ഒന്നും ഫോം ചെയ്യുന്നില്ല. അടുത്തതാണ് മെൽറ്റിംഗ് ബട്ടർ മെൽറ്റ് ചെയ്യുക. അപ്പോൾ അവിടെ എന്താ? ബട്ടർ എന്ന് പറഞ്ഞാൽ സോളിഡ് ഫോമിലുള്ള ബട്ടർ എന്താവും? ലിക്വിഡ് ഫോമിലേക്ക് മാറും, പുതിയ സബ്സ്റ്റൻസ് ഫോം ചെയ്യുന്നില്ല. അപ്പോൾ ഡസ് സബ്സ്റ്റൻസ് ചേഞ്ചസ്? നോ. അടുത്തത് കട്ടിംഗ് ക്ലോത്ത് കട്ട് ചെയ്യുന്ന സമയത്ത് പുതിയ സബ്സ്റ്റൻസ് ഫോം ചെയ്യുന്നുണ്ടോ? നോ, ഇല്ല. പക്ഷെ എന്താണ് ഫിസിക്കൽ ചേഞ്ച്? എന്താണ്? സൈസ് ആൻഡ് ഷേപ്പ് ചേഞ്ച് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ ക്ലോത്ത്സിൻ്റെ പീസസ് ഫോം ചെയ്യുന്നുണ്ട്. ഇനി അടുത്തത് എക്സ്പ്ലെയിൻ ഹൗ റീസൈക്ലിംഗ് ഓഫ് പ്ലാസ്റ്റിക് ഈസ് ആൻ ആക്ട് ഓഫ് നേച്ചർ കൺസർവേഷൻ.
നമ്മളോട് ചോദിക്കുകയാണ് എങ്ങനെയാണ് റീസൈക്ലിംഗ്, പ്ലാസ്റ്റിക്കിൻ്റെ റീസൈക്ലിംഗ് നേച്ചറിനെ സംരക്ഷിക്കുന്ന രീതിയിലേക്ക് ആക്കി മാറ്റുന്നത് എന്നാണ് ചോദിക്കുന്നത്. എങ്ങനെയാണ് റീസൈക്ലിംഗ് പ്ലാസ്റ്റിക് കൺസേർവ് നേച്ചർ, കൺസേർവ് ചെയ്യും നേച്ചറിനെ. കാരണം എന്താണെന്നാണ് താഴെ പറയുന്നത്. റെഡ്യൂസ് പൊല്യൂഷൻ കുറക്കും, സേവ്സ് നാച്ചുറൽ റിസോഴ്സസിനെ സേവ് ചെയ്യും. അടുത്തത് പ്രൊട്ടക്റ്റ് വൈൽഡ് ലൈഫിന് എന്ത് ചെയ്യും, പ്രൊട്ടക്റ്റ് ചെയ്യും. അടുത്തത് റെഡ്യൂസസ് എനർജി കൺസംഷന് കുറയും. അടുത്തത് എന്താ, പ്രിസർവ് ഹാബിറ്റേറ്റ്സിനെ പ്രിസർവ് ചെയ്യും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് എന്ത് നമുക്ക് റീസൈക്ലിംഗ് ചെയ്യുന്നത് കാരണം നമുക്ക് നേച്ചറിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റും. കാരണം എന്താണ്, കാരണം ഈ പറയുന്ന കാരണങ്ങൾ വെച്ചിട്ട്. കാരണം എന്താ, പൊല്യൂഷൻ കുറക്കും, നേച്ചുറൽ റിസോഴ്സിനെ നമുക്ക് സേവ് ചെയ്യാം, വൈൽഡ് ലൈഫിനെ പ്രൊട്ടക്റ്റ് ചെയ്യാം, എനർജി കൺസംഷൻ കുറക്കാം, അതുപോലെ തന്നെ ഹാബിറ്റേറ്റ്സിനെ പ്രിസർവ് ചെയ്യാം. ഇനി അടുത്തത് എനർജി ചേഞ്ചസ് ഡ്യൂറിങ് കെമിക്കൽ റിയാക്ഷൻ നടക്കുന്ന സമയത്ത് ഉണ്ടാകുന്ന എനർജി ചേഞ്ചസിനെ കുറിച്ചിട്ടാണ് ഇവിടെ പറയുന്നത്. എന്തൊക്കെയാണ് എന്നാണ് പറയുന്നത്. കംപ്ലീറ്റ് ദി ടേബിൾ ഷോയിങ് എനർജി ചേഞ്ചസ് ഇൻ കെമിക്കൽ റിയാക്ഷൻ നടക്കുന്ന സമയത്ത് ഏത് ടൈപ്പ് എനർജി ചേഞ്ചസ് ആണ് ഉണ്ടാവുന്നത്. അപ്പോൾ എനർജി ചേഞ്ചസ് നമ്മൾ പഠിച്ചതാണ്, ആ ടോപ്പിക്കിൽ നിന്നാണ് ഈ ക്വസ്റ്റ്യൻ. അപ്പോൾ പേപ്പർ ബേൺ ചെയ്യുന്ന സമയത്ത് എന്തൊക്കെ എനർജി ഉണ്ടാവുന്നത്, ഹീറ്റ് എനർജി ഉണ്ടാവുന്നുണ്ട്, ലൈറ്റ് എനർജി ഉണ്ടാവുന്നുണ്ട് അല്ലേ. ഇനി അതുപോലെ തന്നെ ക്യാംഫർ ബേൺ ചെയ്യുന്ന സമയത്ത് ഹീറ്റ് എനർജിയും ലൈറ്റ് എനർജിയും ഉണ്ടാവുന്നുണ്ട്. അതുപോലെ തന്നെ ഫയർ ക്രാക്കർ ബേൺ ചെയ്യുന്ന സമയത്ത് ഹീറ്റ് എനർജിയും ലൈറ്റ് എനർജിയും സൗണ്ട് എനർജിയും ഉണ്ടാവുന്നുണ്ട്. അതുപോലെ തന്നെ കുക്കിംഗ് ഗ്യാസ് ബേൺ ചെയ്യുന്ന സമയത്ത് ഹീറ്റ് എനർജി ഉണ്ടാവുന്നുണ്ട്, അതുപോലെ തന്നെ ലൈറ്റ് എനർജി ഉണ്ടാവുന്നുണ്ട്. ഇനി അടുത്തതാണ് വെൻ എ സ്പാർക്ലർ ഈസ് ലിറ്റ് വിച്ച് ഫോം ഓഫ് എനർജി ആർ പ്രൊഡ്യൂസ്ഡ്. ഒരു സ്പാർക്ലർ കത്തുന്ന സമയത്ത് എന്തൊക്കെ ഫോം എനർജി ഉണ്ടാവുന്നതെന്ന് നിങ്ങൾക്ക് അറിയാം. നിങ്ങൾ പഠിച്ചത് എന്തൊക്കെയാണ്, ഹീറ്റ് എനർജി, ലൈറ്റ് എനർജി ആൻഡ് സൗണ്ട് എനർജി അല്ലേ. ഹീറ്റ് എനർജി, ലൈറ്റ് എനർജി ആൻഡ് സൗണ്ട് എനർജി ഉണ്ടാവുന്നുണ്ട്. ഇനി അടുത്തത് റൈറ്റ് ദി കെമിക്കൽ എനർജി ട്രാൻസ്ഫോർമേഷൻ ഒക്കർ ഇൻ പ്ലാന്റ്സ് ഡ്യൂറിങ് ഫോട്ടോസിന്തസിസിൻ്റെ സമയത്ത് നടക്കുന്ന കെമിക്കൽ എനർജി ട്രാൻസ്ഫോർമേഷൻ ആണ് എഴുതാൻ പറയുന്നത്. അപ്പോൾ എങ്ങനെ എഴുതാം, ലൈറ്റ് എനർജി ഈസ് കൺവേർട്ടഡ് ടു കെമിക്കൽ എനർജി സ്റ്റോർഡ് ഇൻ ഫോം ഓഫ് ഗ്ലൂക്കോസ്. ഇവിടെ എന്താ, ഫോട്ടോസിന്തസിസിൻ്റെ സമയത്ത് ലൈറ്റ് എനർജി കെമിക്കൽ എനർജി ആയിട്ട് മാറുന്നുണ്ട്. അതെന്ത് രൂപത്തിലാണ് സ്റ്റോർ ചെയ്യുന്നത്, ഗ്ലൂക്കോസ് എന്നുള്ള രൂപത്തിൽ അത് സ്റ്റോർ ചെയ്ത് വെക്കുന്നുണ്ട്. ഡ്യൂറിങ് ഫോട്ടോസിന്തസിസ് നടക്കുന്ന സമയത്ത് പ്ലാന്റ്സ് ട്രാപ്പ് ലൈറ്റ് എനർജി, പ്ലാന്റ്സ് എന്ത് ചെയ്യും, ലൈറ്റ് എനർജിനെ ട്രാപ്പ് ചെയ്യും. ആൻഡ് യൂസ് ഇറ്റ് ടു കമ്പൈൻ കാർബൺ ഡൈ ഓക്സൈഡ് ആൻഡ് വാട്ടർ ടു പ്രൊഡ്യൂസ് ഗ്ലൂക്കോസ് ആൻഡ് ഓക്സിജൻ. അപ്പോൾ ഫോട്ടോസിന്തസിസ് നടക്കുന്ന സമയത്ത് ലൈറ്റ് എനർജീനെ ട്രാപ്പ് ചെയ്യും, എന്നിട്ട് അതെന്ത് ചെയ്യും, കാർബൺ ഡൈ ഓക്സൈഡും അതുപോലെ തന്നെ വാട്ടറും ആയിട്ട് കമ്പൈൻ ചെയ്തിട്ട് എന്ത് ഫോം ചെയ്യുന്നുണ്ട്, ഗ്ലൂക്കോസും ഓക്സിജനും ഫോം ചെയ്യുന്നുണ്ട്. ഇവിടെ എന്താണ് നടക്കുന്നത്, ലൈറ്റ് എനർജി കെമിക്കൽ എനർജി ആയിട്ടാണ് മാറുന്നത്. അതെന്ത് രൂപത്തിൽ സ്റ്റോർ ചെയ്യുന്നുണ്ട്, ഗ്ലൂക്കോസ് എന്നുള്ള രൂപത്തിൽ സ്റ്റോർ ചെയ്ത് വെക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതാണ് ഇവിടെ പറഞ്ഞത്, ലൈറ്റ് എനർജി എന്താവും, കെമിക്കൽ എനർജി ആവും, ഗ്ലൂക്കോസ് എന്നുള്ള രൂപത്തിലേക്ക് അത് സ്റ്റോർ ചെയ്ത് വെക്കും. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ഫോട്ടോസിന്തസിസ് ആൻഡ് എനർജി എന്നുള്ള ടോപ്പിക് എന്നാണ്. അപ്പം ചൂസ് ദി കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് അബൌട്ട് ഫോട്ടോസിന്തസിസിനെ കുറിച്ചിട്ടുള്ള കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് എഴുതാനാണ് പറയുന്നത്. ഫോട്ടോസിന്തസിസ് യൂസസ് ലൈറ്റ് എനർജി ടു പ്രൊഡ്യൂസ് ഫുഡ്. അത് കറക്റ്റാണോ, നിങ്ങൾ പറയുക. അടുത്തത് എന്താണ്, ഫോട്ടോസിന്തസിസ് സ്റ്റോർ ലൈറ്റ് എനർജി ആസ് കെമിക്കൽ എനർജി. ഫോട്ടോസിന്തസിസ് റിക്വയർ ഓൺലി വാട്ടർ ആൻഡ് കാർബൺ ഡൈ ഓക്സൈഡ്. ഫോട്ടോസിന്തസിസ് റിക്വയർ ക്ലോറോഫിൽ. അപ്പോൾ ഇതിൽ ഏതൊക്കെയാണ് ശരി എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ പറയുക, ഏതൊക്കെയാണ് ശരി നമുക്ക് നോക്കാം. അപ്പോൾ ഇതിൽ ഏതൊക്കെ ആൻസറാണ് ശരിയായിട്ടുള്ളത് നമുക്ക് നോക്കാം. ഫോട്ടോസിന്തസിസ് യൂസസ് ലൈറ്റ് എനർജി ടു പ്രൊഡ്യൂസ് ഫുഡ്, കറക്റ്റ് ആൻസറാണ്. ഫോട്ടോസിന്തസിസ് സ്റ്റോർ ലൈറ്റ് എനർജി ആസ് കെമിക്കൽ എനർജി, കറക്റ്റ് ആൻസറാണ്. ഫോട്ടോസിന്തസിസ് റിക്വയർ ഓൺലി വാട്ടർ ആൻഡ് കാർബൺ ഡൈ ഓക്സൈഡ്, തെറ്റാണ്. കാരണം എന്തൊക്കെ വേണം, ക്ലോറോഫിൽ വേണം, സൺലൈറ്റ് ഒക്കെ വേണം. അടുത്തത് ഫോട്ടോസിന്തസിസ് റിക്വയർ ക്ലോറോഫിൽ, കറക്റ്റാണ്. അപ്പം 1, 2, 4 ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഇനി അടുത്തത് വാട്ട് സബ്സ്റ്റൻസ് ഡു പ്ലാന്റ്സ് യൂസ് ഡ്യൂറിങ് ഫോട്ടോസിന്തസിസ് ടു പ്രൊഡ്യൂസ് ഗ്ലൂക്കോസ്. വാട്ട് സബ്സ്റ്റൻസ് ഡു പ്ലാന്റ്സ് യൂസ് ഡ്യൂറിങ് ഫോട്ടോസിന്തസിസ് ടു പ്രൊഡ്യൂസ് ഗ്ലൂക്കോസ്. ഫോട്ടോസിന്തസിസിൻ്റെ സമയത്ത് ഗ്ലൂക്കോസ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തൊക്കെ സബ്സ്റ്റൻസിനെയാണ് പ്ലാന്റ്സ് യൂസ് ചെയ്യൽ എന്നാണ് ചോദിച്ചത്. എന്തൊക്കെ സബ്സ്റ്റൻസിനെ യൂസ് ചെയ്യാൻ നിങ്ങൾക്ക് അറിയാം അല്ലേ, എന്തൊക്കെയാണ്, കാർബൺ ഡൈ ഓക്സൈഡ് വേണം, വാട്ടർ വേണം, സൺലൈറ്റ് വേണം അല്ലേ. അപ്പോൾ ഇത്രയും സാധനങ്ങൾ വേണം. എന്തൊക്കെയാണ്, കാർബൺ ഡൈ ഓക്സൈഡ്, വാട്ടർ, അതുപോലെ തന്നെ ലൈറ്റ് എനർജിയും വേണം ഫോട്ടോസിന്തസിസ് നടക്കണം എന്നുണ്ടെങ്കിൽ. അടുത്ത ക്വസ്റ്റ്യൻ എന്താ, ഹൗ ഡസ് കെമിക്കൽ എനർജി സ്റ്റോർഡ് ഇൻ പ്ലാന്റ്സ് റീച്ച് അതർ ലിവിങ് ഓർഗാനിസം. അപ്പോൾ നമ്മൾ പറഞ്ഞു പ്ലാന്റ്സിൽ കെമിക്കൽ എനർജി സ്റ്റോർ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു. അതെങ്ങനെയാണ് മറ്റു ഓർഗാനിസത്തിൽ, അപ്പോൾ നമ്മൾ കഴിക്കുന്ന സമയത്ത് അതെങ്ങനെയാണ് നമുക്ക് കിട്ടുന്നതെന്നാണ് ചോദിക്കുന്നത്. ദി കെമിക്കൽ എനർജി ഇൻ പ്ലാന്റ്സ്
സ്റ്റോർഡ് ഇൻ പ്ലാന്റ്സ് റീച്ചസ് അതർ ലിവിങ് ഓർഗാനിസം ത്രൂ ഫുഡ് ചെയിൻ. എങ്ങനെയാണ് കിട്ടുന്നത്? ഫുഡിലൂടെയാണ് കിട്ടുന്നത് അല്ലേ? അപ്പോൾ പ്ലാന്റ്സ് ആണ് എന്ത്? പ്രൊഡ്യൂസേഴ്സ്. പ്ലാന്റ്സ് എന്ത് ചെയ്യും? കെമിക്കൽ എനർജീനെ സ്റ്റോർ ചെയ്യും ഇൻ ദി ഫോം ഓഫ് ഗ്ലൂക്കോസ്. അതെന്ത് ചെയ്യും? ഹെർബിവോറസ് അതിനെ ഈറ്റ് ചെയ്യും. ഹെർബിവോറസ് ഈറ്റ് ചെയ്തിട്ട് അതെങ്ങോട്ട്? ഹെർബിവോറസിന് ആര് ഈറ്റ് ചെയ്യും? കാർണിവോറസ് ഈറ്റ് ചെയ്യും. കാർണിവോറസിന് എന്ത് സംഭവിക്കും? കാർണിവോറസ് എന്ത് ചെയ്യും? ഡീകമ്പോസിഷൻ നടന്നിട്ട് അതെന്ത് ചെയ്യും? ഡെഡ് ഓർഗാനിസം ആവും. അങ്ങനെ അതെന്ത് ചെയ്യും? സോയിലിലേക്ക് തന്നെ എത്തും. സോയിലിൽ നിന്ന് പിന്നെ അതെങ്ങോട്ട് എത്തും? പ്ലാന്റ്സിലേക്ക് തന്നെ എത്തും. അപ്പോൾ എങ്ങനെയാണ്? പ്ലാന്റ്സിൽ നിന്ന് ഹെർബിവോറസിലെത്തും, ഹെർബിവോറസിൽ കാർണിവോറസിലെത്തും, കാർണിവോറസിന് എന്ത് സംഭവിക്കും? ഡീകമ്പോസിഷൻ നടക്കും. അത് പിന്നെ സോയിലിലെത്തും, സോയിലിൽ നിന്ന് അത് പ്ലാന്റ്സിലേക്ക് തന്നെ കിട്ടും. ഇനി അടുത്തത് എന്താ? ഒബ്സർവ് ദി ഫോളോ ഇൻ ഇലക്ട്രിക്കൽ എനർജി ട്രാൻസ്ഫോർമേഷൻ എന്ന് പറഞ്ഞ ഭാഗത്തു നിന്നാണ് നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. ഒബ്സർവ് ദി വർക്കിംഗ് ഓഫ് എ മിക്സർ ഗ്രൈൻഡർ കംപ്ലീറ്റ് ദി എനർജി ട്രാൻസ്ഫോർമേഷൻ. ഒരു മിക്സർ ഗ്രൈൻഡർ വർക്ക് ചെയ്യുന്ന സമയത്ത് എന്താണ് നടക്കുന്നത് എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ എനർജി ട്രാൻസ്ഫോർമേഷൻ എങ്ങനെയാണ് നടക്കുക എന്നാണ് ഇവിടെ പറയാൻ പറഞ്ഞത്. അപ്പോൾ ഫസ്റ്റ് എന്ത് എനർജി ഉണ്ട്? ഇലക്ട്രിക്കൽ എനർജി ഉണ്ട് അല്ലേ? അപ്പോൾ ഇലക്ട്രിക്കൽ എനർജി എന്തായിട്ട് മാറും? മെക്കാനിക്കൽ എനർജി ആയിട്ട് മാറും. മെക്കാനിക്കൽ എനർജി എന്ന് പറയുമ്പോൾ അവിടെ റൊട്ടേഷൻ നടക്കുന്നത് കാരണം ഉണ്ടാകുന്നതാണ് മെക്കാനിക്കൽ എനർജി. അത് ഹീറ്റ് എനർജി ആയിട്ട് മാറും. അതുപോലെ തന്നെ സൗണ്ട് എനർജിയും ഫോം ചെയ്യും. അപ്പം ഇലക്ട്രിക്കൽ എനർജി, മെക്കാനിക്കൽ എനർജി, ഹീറ്റ് എനർജി ആൻഡ് സൗണ്ട് എനർജി. അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം? ഇലക്ട്രിക്കൽ എനർജി, മെക്കാനിക്കൽ എനർജി, തെർമൽ എനർജി പ്ലസ് സൗണ്ട് എനർജി. അത് രണ്ടും ഒരുമിച്ചല്ലേ ഉണ്ടാവുന്നത്. അപ്പോൾ തെർമൽ എനർജി പ്ലസ് സൗണ്ട് എനർജി എന്ന് എഴുതാം. ഇനി അടുത്തത് ലിസ്റ്റ് 3 ഡിവൈസസ് ദാറ്റ് കൺവേർട്ട് ഇലക്ട്രിക്കൽ എനർജി ടു മെക്കാനിക്കൽ എനർജി. ഇലക്ട്രിക്കൽ എനർജി മെക്കാനിക്കൽ എനർജി ആക്കി മാറ്റുന്ന 3 ഡിവൈസിൻ്റെ പേര് എഴുതാനാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് എന്തൊക്കെ എഴുതാം? ഇലക്ട്രിക് ഫാൻ എഴുതാം. ഇലക്ട്രിക് ഫാൻ ഇലക്ട്രിക്കൽ എനർജി മെക്കാനിക്കൽ എനർജി ആക്കി മാറ്റുന്നുണ്ട്. അടുത്തത് വാഷിംഗ് മെഷീൻ എഴുതാം, അതും അങ്ങനെ തന്നെ ചെയ്യുന്നത്. അതുപോലെ തന്നെ മിക്സർ ഗ്രൈൻഡർ എഴുതാം, അതും ഇലക്ട്രിക്കൽ എനർജി മെക്കാനിക്കൽ എനർജി ആക്കിയിട്ടാണ് മാറ്റുന്നത്. പിന്നെ നമുക്ക് എന്ത് എഴുതാം? ഇലക്ട്രിക് മോട്ടോർ എഴുതാം. അതുപോലെ തന്നെ എലിവേറ്റർ, ഇതൊക്കെ നമുക്ക് എഴുതാൻ പറ്റും. അടുത്ത ക്വസ്റ്റ്യൻ എന്താ? When a mixer grinder work, energy is wasted. Name the form of energy that are not utilized. ഒരു മിക്സർ ഗ്രൈൻഡർ വർക്ക് ചെയ്യുന്ന സമയത്ത് എന്ത് എനർജി വേസ്റ്റ് ചെയ്യുന്നുണ്ട്? ആ എനർജി നമ്മൾ യൂസ് ചെയ്യാത്ത ആ എനർജീൻ്റെ പേര് എഴുതാനാണ് പറയുന്നത്. അത് ഏതൊക്കെയാണ്? സൗണ്ട് എനർജി ആൻഡ് ഹീറ്റ് എനർജിയാണ് മിക്സർ ഗ്രൈൻഡർ വർക്ക് ചെയ്യുന്ന സമയത്ത് ഉണ്ടാവുന്ന യൂസ് ചെയ്യാത്ത, ഒരു ഉപകാരമില്ലാത്ത എനർജി. ഇനി അടുത്തത് എനർജി ലോസ് ആൻഡ് കൺസർവേഷൻ. വിച്ച് ബൾബ് ഈസ് മോസ്റ്റ് എനർജി എഫിഷ്യൻറ്റ് ആൻഡ് വൈ? അപ്പോൾ എനർജി ലോസ് ആൻഡ് കൺസർവേഷൻ എന്നുള്ള ടോപ്പിക്കിൽ നിന്നാണ് ഇനി ക്വസ്റ്റ്യൻ. അപ്പോൾ എന്താണ്? ഒബ്സർവ് ദി പിക്ചർ ഓഫ് 3 ടൈപ്പ് ഓഫ് ബൾബ്. അപ്പോൾ നമുക്ക് 3 ടൈപ്പ് ബൾബ് ഉണ്ട്. ഏതൊക്കെയാണ്? ഫിലമെൻ്റ് ഉണ്ട്, CFL ഉണ്ട്, LED ഉണ്ട് അല്ലേ? ഇനി നമ്മുടെ ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്, വിച്ച് ബൾബ് ഈസ് മോസ്റ്റ് എനർജി എഫിഷ്യൻറ്റ് ആൻഡ് വൈ? ഏത് ബൾബാണ് മോസ്റ്റ് എനർജി എഫിഷ്യൻ്റ് ആയിട്ടുള്ളതും എന്താണ് അതിന് കാരണം എന്നാണ് ചോദിക്കുന്നത്. എന്താണ് കാരണം? ഏതാണ് കൂടുതൽ എഫിഷ്യൻ്റ് ആയിട്ടുള്ളത്? LED ബൾബാണ് മോസ്റ്റ് എനർജി എഫിഷ്യൻ്റ് ആയിട്ടുള്ളത്. അതിൻ്റെ കാരണം എന്താണ്? ലോവർ പവർ കൺസംഷൻ. കാരണം ഫിലമെൻ്റ് ബൾബിനെയും CFLനെയും കമ്പയർ ചെയ്യുന്ന സമയത്ത് അത് 9 വാൾട്ടാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ലോവർ പവർ കൺസംഷൻ. അടുത്തതാണ് മാക്സിമം ലൈറ്റ് ഔട്ട്പുട്ട് വിത്ത് മിനിമം ഇൻപുട്ട്. അപ്പോൾ എന്ത് ചെയ്യും? മാക്സിമം ലൈറ്റ് ഔട്ട്പുട്ട് തരുന്നുണ്ട്. അടുത്തത് എന്താണ്? ലോങ്ങർ ലൈഫ് സ്പാൻ ഉണ്ട്. അടുത്തത് എന്താ? ലെസ് ഹീറ്റ് ജനറേറ്റ് ചെയ്യുന്നത് കുറവാണ്. അടുത്തത് കോസ്റ്റ് എഫക്റ്റീവ് ഇൻ ലോങ് റൺ, അതായത് കോസ്റ്റ് എഫക്റ്റീവ് ആണ്. ഇനി അടുത്തത് എന്താ പറയുന്നത്? കമ്പയർ ദി ടേബിൾ ഷോയിങ് എനർജി ട്രാൻസ്ഫോർമേഷൻ ആൻഡ് ലോസസ്. എനർജി ട്രാൻസ്ഫോർമേഷനും ലോസസും പറഞ്ഞിട്ട് 2 ടേബിൾ തന്നിട്ടുണ്ട്. അത് നമ്മളോട് കമ്പയർ ചെയ്യാനാണ് പറയുന്നത്. അപ്പോൾ എങ്ങനെ നമുക്കതിനെ കമ്പയർ ചെയ്യാം? ഇലക്ട്രിക് ബൾബാണെന്നുണ്ടെങ്കിൽ ഇലക്ട്രിക്കൽ എനർജി ലൈറ്റ് എനർജി ആയിട്ട് നമ്മൾ കൊടുക്കുന്ന എനർജി ഇൻപുട്ട് എന്താണ്? ഇലക്ട്രിക് എനർജിയാണ്. ബൾബ് കത്തുന്ന സമയത്ത് എന്താണ്? അവിടെ ലൈറ്റ് എനർജി ഫോം ചെയ്യുന്നുണ്ട്. അവിടെ വേസ്റ്റ് ആയി പോകുന്ന എനർജിയാണ് ഹീറ്റ് എനർജി. അടുത്തത് വാട്ടർ മോട്ടോർ ആണ് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ എന്തുണ്ടാവുന്നുണ്ട്? ഒരു ഇലക്ട്രിക്കൽ എനർജിയാണ് ഇൻപുട്ട് കൊടുക്കുന്നത്. ഔട്ട്പുട്ട് മെക്കാനിക്കൽ എനർജിയാണ്. അവിടെ എന്തുണ്ടാവുന്നുണ്ട്? ഹീറ്റ് എനർജിയും സൗണ്ട് എനർജിയും ഉണ്ടാവുന്നുണ്ട്. അടുത്തതാണ് ഇലക്ട്രിക് ഫാൻ്റെ വർക്കിംഗ്. ഇലക്ട്രിക് ഫാൻ വർക്ക് ചെയ്യുന്ന സമയത്ത് ഇലക്ട്രിക്കൽ എനർജി എന്തൊക്കെ ആയിട്ട് മാറുന്നുണ്ട്? മെക്കാനിക്കൽ എനർജി ആയിട്ട് മാറുന്നുണ്ട്. അതാണ് അതിൻ്റെ ഔട്ട്പുട്ട്. ഇൻപുട്ട് എന്താണ്? ഇലക്ട്രിക്കൽ എനർജി തന്നെയാണ്. അവിടെ വേസ്റ്റ് ആയി പോകുന്ന എനർജിയാണ് ഹീറ്റ് എനർജിയും സൗണ്ട് എനർജിയും. അതാണ് വാട്ട് ഈസ് എനർജി ലോസ് ആൻഡ് ഹൗ വി ക്യാൻ റെഡ്യൂസ് ഇറ്റ്. എന്താണ് എനർജി ലോസ്? എങ്ങനെ നമുക്കത് കുറക്കാം? ഗിവ് 2 മെത്തേഡ്സ്. 2 മെത്തേഡ്സ് പറയാനാണ് പറയുന്നത്. അപ്പം എന്താണ് എനർജി ലോസ്? വാട്ട് ഈസ് എനർജി ലോസ് എന്നുള്ളതിന് നമുക്ക് എന്ത് പറയാം? എനർജി ലോസ് റെഫേഴ്സ് ടു കൺസർവേഷൻ ഓഫ് യൂസ്ഫുൾ എനർജി ഇൻ ടു നോൺ യൂസ്ഫുൾ ഫോംസ്.
അതായത് യൂസ്ഫുൾ ആയിട്ടുള്ള എനർജീനെ നോൺ യൂസ്ഫുൾ ഫോമിൽ കൺസേർവ് ചെയ്യുന്നതിനാണ് നമ്മൾ എന്ത് പറയുന്നത്, എനർജി ലോസ് എന്ന് പറയുന്നത്. ഡ്യൂറിങ് എനർജി ട്രാൻസ്ഫോർമേഷൻ പ്രോസസ്സ്, ഇവിടെ ഏത് സമയത്താണ് എനർജി ട്രാൻസ്ഫോം ചെയ്യുന്ന സമയത്ത് നമുക്ക് ഉപകാരപ്പെടാത്ത എനർജി ഫോം ചെയ്യുന്നുണ്ട്, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, എനർജി ലോസ് എന്ന് പറയുന്നത്. ഇനി അടുത്തത് 2 മെത്തേഡ്സ് ടു റെഡ്യൂസ് എനർജി ലോസ്. എനർജി ലോസ് കുറക്കാനുള്ള 2 മെത്തേഡ്സ് ആണ് പറയുന്നത്. അപ്പോൾ എനർജി ലോസ് റെഡ്യൂസ് ചെയ്യാനുള്ള 2 മെത്തേഡ്സ് ആണ് യൂസ് എഫിഷ്യൻറ്റ് ഡിവൈസസ് ആൻഡ് മിനിമൈസ് ഫ്രിക്ഷൻ ആൻഡ് ഹീറ്റ് ജനറേഷൻ. അതായത് ഫ്രിക്ഷൻ കുറക്കുക, രണ്ട് സാധനങ്ങൾ തമ്മിൽ കൂട്ടി ഉരസുന്നത് കുറക്കുക. അങ്ങനെ ഉരസിക്കഴിഞ്ഞാൽ എന്തുണ്ടാവും, അവിടെ ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യും. അപ്പോൾ ഹീറ്റ് ജനറേഷനും അതുവഴി നമുക്ക് കുറക്കാൻ പറ്റും. ഇത്രയാണ് ഈ ടോപ്പിക്കിൽ ഉള്ള ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. താങ്ക് യു.